ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, ജീവിത സന്തോഷം എന്നത് ഏതൊരു വ്യക്തിയുടെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. എന്നാൽ സന്തോഷം കണ്ടെത്തുന്നതിനുള്ള എളുപ്പ വഴികൾ വിട്ട് നാം വളഞ്ഞ വഴികളും നീണ്ട വഴികളും അന്വേഷിക്കുന്നു. തന്മൂലം ജീവിത സന്തോഷം എപ്പോഴും നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം പഴിക്കേണ്ടത് നമ്മെ തന്നെയല്ലേ? നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ, അവരുടെ നന്മയിലും സന്തോഷത്തിലും നമുക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതിനുള്ള നല്ല വഴികൾ നാം കണ്ടെത്തുക തന്നെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം എല്ലാവരും അതിവേഗത്തിൽ ഓടാൻ വെമ്പുന്നവരല്ലേ? എങ്ങോട്ടാണ് ഈ ഓട്ടം എന്ന് ചോദിച്ചാൽ ശരിയായൊരു ഉത്തരമില്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് മിക്കപ്പോഴും നമുക്കറിയില്ല. മറ്റുള്ളവർ സ്വന്തമാക്കിയതിൽ നമ്മൾ ഭ്രമിച്ചു പോകുന്നു. എല്ലാവരും ഓടുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്ന് കരുതി നമ്മളും ഓടുന്നു. ഇത് കന്നുകാലികളുടെയും നായ്ക്കളുടെയും ഒക്കെ സ്വഭാവമാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ വഴിയെ ഓടാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളെ അടക്കി നിർത്തി അതിനായി അലോസരപ്പെടുത്തുന്ന വികാരങ്ങൾ ഉണ്ടാകാതെ നോക്കുകയാണ് വേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകർന്നു നൽകാൻ കഴിയുമ്പോഴാണ് നമ്മിൽ സംതൃപ്തി വന്ന് നിറയുന്നത്. പലപ്പോഴും ഹൃദയം തുറന്നുള്ള പുഞ്ചിരിയും താല്പര്യപൂർവ്വമുള്ള നോട്ടവും ഏറെ സ്നേഹത്തോടെയുള്ള വാക്കുകളൊക്കെ മതി മറ്റുള്ളവരുടെ ഹൃദയം സന്തോഷത്താൽ നിറയാൻ. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഈ പ്രവൃത്തി വഴി മറ്റുള്ളവരുടെ ഹൃദയം സന്തോഷത്താൽ നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ സന്തോഷത്തിൻ്റെ അല തല്ലുമെന്ന് തീർച്ചയാണ്. മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതവും മെച്ചമുള്ളതാക്കി തീർക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനും നമ്മുടെ ജീവിതം മെച്ചമാക്കുവാനും ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. സർ ജോൺ ടെമ്പിൾട്ടൺ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെമ്പിൾട്ടൺ മ്യൂച്വൽ ഫണ്ട് എന്ന പ്രശസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. ഈ സ്ഥാപനം അദ്ദേഹത്തിന് കോടിക്കണക്കിന് ഡോളർ നേടിക്കൊടുത്തു. എന്നാൽ താൻ സമ്പാദിച്ച ധനം കൊണ്ട് വെറുതെ ജീവിതം ആസ്വദിച്ച് കളയാമെന്ന് അദ്ദേഹം കരുതിയില്ല. തൻ്റെ പണം കൊണ്ട് മനുഷ്യർക്ക് സ്ഥായിയായി എന്തെങ്കിലും നന്മയുണ്ടാകണം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മോഹം. അങ്ങനെയാണ് 1972 ടെമ്പിൾട്ടൺ അവാർഡ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മനുഷ്യ സേവന രംഗത്ത്, പ്രത്യേകിച്ചും ആധ്യാത്മിക തലത്തിൽ ഏറ്റവും നല്ല നേതൃത്വവും മാതൃകയും നൽകുന്നവർക്കുള്ളതാണ് ഈ അവാർഡ്. അന്താരാഷ്ട്ര അവാർഡായ ഈ അവാർഡ് ആദ്യം ലഭിച്ചത് മദർ തെരേസയ്ക്കായിരുന്നു. ടെമ്പിൾട്ടൺ 1996 CNN ടെലിവിഷൻ ശൃംഖലയ്ക്ക് ഒരു അഭിമുഖം അനുവദിക്കുകയുണ്ടായി. ആ അഭിമുഖത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതകഥ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അമേരിക്കയിലെ ടെന്നീസി എന്ന സംസ്ഥാനത്ത് അദ്ദേഹം ജനിച്ചു. ഒരു മിഷണറിയായി പ്രവർത്തിക്കാനായിരുന്നു വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ തൻ്റെ വിളി ബിസിനസ്സിലേക്കാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ വഴിയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ അപ്പോഴും മിഷണറി പ്രവർത്തനവും മനുഷ്യ സ്നേഹവും ഒന്നും അദ്ദേഹം മറന്നില്ല. മിഷണറി പ്രവർത്തനം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ആരെങ്കിലുമൊക്കെ പണം നൽകേണ്ടതുണ്ടല്ലോ. തൻ്റെ കടമ മിഷണറി പ്രവർത്തനത്തിന് പണം നൽകുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് സമ്പാദ്യത്തിൽ നല്ലൊരു തുക മിഷണറി പ്രവർത്തനത്തിനായി അദ്ദേഹം മാറ്റിവെച്ചത്. താൻ ഇക്കണ്ട കാലം മുഴുവൻ സമ്പാദിച്ചതിൽ നല്ലൊരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് തയ്യാറായി അദ്ദേഹത്തോട് ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ആ ടെലിവിഷൻ അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സന്തോഷം കണ്ടെത്താനുള്ള രഹസ്യം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. നാം വെറുതെ സന്തോഷം കണ്ടെത്താനായി ശ്രമിച്ചാൽ അതൊരിക്കലും നമുക്ക് സാധിക്കുകയില്ല. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്താണ് ടെമ്പിൾട്ടൺ തൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയത്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത് വഴി തനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തന്മൂലമാണ് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ അതിയായി ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത് വഴി സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന കാര്യത്തെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി സന്തോഷം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പലരും ഏറെ പിന്നിലാണ് എന്നതാണ് വാസ്തവം. ഒരുപക്ഷേ നമ്മിൽ ചിലരെങ്കിലും മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുന്നത് തീരെ സഹിക്കാൻ നിവൃത്തിയില്ലാത്തവരായിരിക്കാം. മറ്റുള്ളവർ സന്തോഷിക്കുന്നതിന് പകരം അവർ കഷ്ടപ്പാടും വിഷമവും സഹിക്കുന്നവരായി എപ്പോഴും ഇരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് ശരിയാണോ? നമ്മൾ ഇത്തരത്തിൽപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശരിയായ സന്തോഷം ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയേ വേണ്ട.
മറ്റുള്ളവരുടെ ദൗർഭാഗ്യത്തെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും അറിയാതെ പുഞ്ചിരിക്കുന്നത് നാം കാണാറില്ലേ? അത് യഥാർത്ഥത്തിൽ പുഞ്ചിരിയല്ല കേട്ടോ. മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടായാൽ അങ്ങനെയുള്ള വ്യക്തികൾ അത് സഹിക്കുമോ? മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്നത് കാണുന്നതാണ് അവരുടെ സന്തോഷം. നാം ഇക്കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ സ്ഥിതി ഏറെ ശോചനീയം എന്ന് തന്നെ പറയാനുള്ളൂ. നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന് നാം ടെമ്പിൾട്ടണിനെ പോലെ ഒരു വലിയ പണക്കാരനായിരിക്കണമെന്നൊന്നുമില്ല. പണമുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ പണമില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരാൻ നമുക്ക് സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഗുഡ് ബൈ.